സംസ്ഥാനത്തെ വാഹനാപകട മരണങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതായി കണക്കുകൾ. ഈ വർഷം മെയ് വരെ മാത്രം 21,277 അപകടങ്ങളിൽ 1,631 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപകടങ്ങൾ കുറയ്ക്കാനുള്ള കാര്യക്ഷമമായ നടപടികൾ സർക്കാരും മോട്ടോർ വാഹന വകുപ്പും സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. കണക്കനുസരിച്ച് കേരളത്തിലെ നിരത്തുകളിൽ ശരാശരി 100-ലേറെ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കണക്ക്. മുൻവർഷത്തെക്കാളും മരണനിരക്ക് കുറഞ്ഞെങ്കിലും ഇന്നും ശരാശരി 10 മരണങ്ങൾ കേരളത്തിലെ നിരത്തിൽ സംഭവിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 5 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടന്നത് ഇക്കഴിഞ്ഞ 2024 48,919 അപകടങ്ങൾ. പൊലിഞ്ഞത് 3,774 ജീവനുകൾ. 2020 27,877 അപകടങ്ങൾ സംഭവിച്ചെങ്കിൽ 2021 അത് 33,296 2022 43,910 ഉയർന്നു. കഴിഞ്ഞ 5 വർഷത്തെ കണക്കിൽ 2022 ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 4,317 പേർക്ക് ജീവൻ നഷ്ടമായി. 2023 4,084 മരണങ്ങൾ ഉണ്ടായപ്പോൾ 2024 നേരിയ കുറവുണ്ടായി. വാഹനാപകടങ്ങളിൽ ഗുരുതരമായോ അല്ലാതെയോ പരിക്കേറ്റവരുടെ എണ്ണത്തിലും വർധനയാണ്. 2020 30,510 പേർക്ക് പരിക്കേറ്റെങ്കിൽ 2024 ആകുമ്പോഴേക്കും അത് 54,813 വർദ്ധിച്ചു. ഈ വർഷം മെയ് വരെ മാത്രം 24,226 പേർക്ക് പരിക്കേറ്റു. ഏറ്റവും കൂടുതൽ പേർക്ക് പരിക്കേറ്റത് കഴിഞ്ഞ വർഷം. AI ക്യാമറ പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ, ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ പരിശോധനകൾ ഇവയൊക്കെ ഉണ്ടായിട്ടും നിരത്തിലെ അപകടങ്ങൾ തുടരുകയാണ്. അമിതവേഗം, ലഹരി ഉപയോഗം, തകർന്ന റോഡുകൾ, മത്സരയോട്ടം എന്നിവയൊക്കെ അപകട കാരണങ്ങളാണ്. വാഹനം ഓടിക്കുന്നവർക്ക് പുറമെ കാൽനടയാത്രക്കാർക്കും രക്ഷയില്ല എന്നുള്ളതാണ് തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെയുണ്ടായ അപകടങ്ങൾ സൂചിപ്പിക്കുന്നത്. പൊലിയുന്ന ജീവിതങ്ങൾക്ക് നഷ്ടപരിഹാരമോ ആശ്വാസവാക്കുകളോ പകരമാവില്ല. കൂടുതൽ ശാശ്വതമായ നടപടികൾ സ്വീകരിക്കേണ്ടത് സർക്കാരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമാണ്. ഒപ്പം നിരത്തിലിറങ്ങുന്ന ഓരോരുത്തരും റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുക എന്ന കടമയും. ക്യാമറ പേഴ്സൺ വിപിൻ വെൺപകലിനൊപ്പം മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.